ഹായ് ഹലോ വെൽക്കം ടു സോഹി സരീന. ഇന്ന് ഞാൻ ഒരു അടിപൊളി ഐറ്റാട്ടോ ഷെയർ ചെയ്യണത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഐറ്റാണ്. പിന്നെ വലിയ ആൾക്കാർക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയുമാണ്, സിമ്പിളുമാണ് ഉണ്ടാക്കാൻ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താണെന്നറിയോ, ഞാൻ ആദ്യം ഒരു പകുതി പൊട്ടറ്റോയും പകുതി ക്യാരറ്റും പിന്നെ കുറച്ച് ചെറുപയറും കൂടി പുഴുങ്ങി മാറ്റി വെച്ച്, പിന്നെ വേണ്ടത് ഒരു പകുതി ഉള്ളി നീളത്തിലരിഞ്ഞതും, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ചെറുതാക്കി അരിഞ്ഞു വെച്ചതും, പിന്നെ കുറച്ച് ഓട്സും ആണ്. ഞാൻ റോൾഡ് ഓട്സ് ആട്ടോ ഉപയോഗിച്ചത്. ഏത് ഓട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ പൊടിയായി അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. മോന് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് കൊണ്ടാട്ടോ ഞാൻ കുറച്ച് മുളക് ആഡ് ചെയ്തത്. വലിയ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതിൽ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുമ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഞാൻ അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉള്ളിന് ഇത് ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വഴറ്റിയെടുക്കണേ. ഒരുപാട് കരിയൊന്നും വേണ്ട, എന്നാലും അത്യാവശ്യം ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വഴറ്റണം. പിന്നെ നേരത്തെ ഞാൻ പുഴുങ്ങി വെച്ച സംഭവങ്ങളിലൊന്നും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കണ്ടേ. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാമല്ലോ. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോനുണ്ടാക്കി കൊടുക്കുന്ന സ്നാക്സ് ആട്ടോ. അവനത് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കണം. ഞാൻ 2 പിടി ഓട്സ് ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലപോലെ വറുത്തെടുക്കണം. വേറെ എണ്ണയൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട, എന്നാൽ അത്യാവശ്യം മൊരിയണ വരെ വറക്കണേ. പിന്നെ ഇതിൽ ഞാൻ വേറെ പൊടികളൊന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല. ആകെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു പിഞ്ച് ഗരം മസാലയാണ്. വലിയ ആൾക്കാർക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൽ കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ അധികം ഇവിടെ ഉച്ചയ്ക്ക് ഉപ്പേരിക്ക് ഉണ്ടാവുക ഒന്നുമില്ലെങ്കിൽ കടലയോ ചെറുപയറോ പരിപ്പോ അങ്ങനെ എന്തെങ്കിലും പൾസസ് ആവും കേട്ടോ. ആ സമയത്തൊക്കെ ഞാനും വൈകുന്നേരം ഈ സ്നാക്സ് തന്നെയാണ് മോനുണ്ടാക്കി കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്കിലും അകത്തെത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ക്യാരറ്റ് മാത്രമല്ല, നമുക്ക് ഇതിൽ ബീൻസും അതുപോലെ ബീട്രൂട്ടും ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്ത് ആഡ് ചെയ്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇത് ചൂടാറി കഴിഞ്ഞിട്ട് നല്ലപോലെ എല്ലതും കൂടി കൂട്ടി മിക്സ് ചെയ്ത് നമ്മൾ കട്ട്ലറ്റിനൊക്കെ ഉരുട്ടൂലേ അതുപോലെ ആക്കിയെടുക്കണേ. കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ കയ്യുമ്മിലൊന്നും പറ്റാതെ കിട്ടും കേട്ടോ. എന്നിട്ട് ഇനി ഇത് നമ്മൾ ഒന്നുമില്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്തെടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാക്കിയെടുക്കാം. എങ്ങനെ ചെയ്താലും അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കുകയാണ്. അല്ല, ഇനി വേറൊരു മെത്തേഡ് ഉണ്ട്. മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കണ മെത്തേഡ്. അതും സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് അത് കട്ട്ലറ്റൊക്കെ കഴിക്കണ പോലെ നല്ല സൂപ്പർ ടേസ്റ്റിൽ കഴിക്കാം. അങ്ങനെ ഞാൻ ഇന്ന് ചെയ്തിട്ടില്ല, കാരണം അത് അത്ര ഹെൽത്തി അല്ലല്ലോ. എണ്ണയൊക്കെ പിന്നെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അത്യാവശ്യം ഹെൽത്തിയിൽ നമുക്ക് കൊടുക്കണ്ടേ. വലിയ ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ലല്ലോ. അപ്പം ഇത് ഒരുപാട് ഞെക്കിയിട്ട് ഒന്നും നമ്മൾ വറുത്തെടുക്കരുത്, കാരണം അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. മെല്ലെ തിരിച്ചും മറച്ചു വിട്ടിട്ട് ഗോൾഡൻ ബ്രൗൺ മുകളിൽ മാത്രം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ വറുത്തെടുക്കാമെന്ന് മാത്രം. എന്നിട്ട് ഒരു കെച്ചപ്പിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ കഴിച്ചാലോ എങ്ങനെ കഴിച്ചാലും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി. ഇനി എന്തായാലും ഇത് നമുക്ക് മോന് കൊണ്ട് കൊടുത്തു നോക്കാം, എങ്ങനെയാണോ അവൻ്റെ അഭിപ്രായം എന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇതെന്തായാലും ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. ചൂടുണ്ട് ഇല്ല, കടിച്ചോക്ക്. ആ പിന്നെ ഇഷ്ടായോ? ഇഷ്ടായോ ഇല്ല? ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്. അവിടെ കയറി ഇരിക്കും, നല്ലപോലെ ഇരിക്കും. ഇവിടെ വെച്ചോളി.
പരിപ്പ് പോടാ എന്താണ്